കൊണ്ടുണ്ടാക്കിയ കമ്പനിയാണ് ഈ എട്ടമ്പി കമ്പനി. ഈ കമ്പനിയിലൂടെ നിങ്ങൾക്കും കോടീശ്വരനാകാം, കോടീശ്വരിയാകാം. ഈ കമ്പനിയിലൂടെ കോടീശ്വരിയായ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവർ പറഞ്ഞു തരും. മിസ്സിസ് വിക്ടോറിയ മാഡം, പ്ലീസ് കം. ഹായ്. 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 കാര്യങ്ങൾ എന്നപ്പൻ സാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നപ്പനോ? യെസ്, നാണപ്പൻ എന്ന പേരിന്റെ പരിഷ്കാര വാക്കാണിത്. ഞങ്ങളുടെ ബിസിനസ് നെയിം. മാഡം, ഇവർക്ക് നമ്മളുടെ ബിസിനസിന്റെ വിശദമായി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളുടെ എട്ടമ്പി കമ്പനിയുടെ അതിനൂതനമായ പ്രൊഡക്റ്റാണ് സ്റ്റീം കേക്ക് മേക്കിംഗ് മെഷീൻ. അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ മെഷീൻ ഒരു പീസ് നിങ്ങൾ വാങ്ങുമ്പോൾ ഈ കമ്പനിയിൽ നിങ്ങൾ ഒരു പാർട്ട്ണർ ആകുന്നു. വെയിറ്റ്, ഇതാണ് നിങ്ങൾ. ഇതിനായി നിങ്ങൾ മുടക്കേണ്ടത് 7,000 രൂപ മാത്രം. ഇതെടുത്ത് നിങ്ങൾ അംഗമാവുമ്പോൾ കമ്പനിയിലേക്ക് മറ്റാൾക്കാരെ ചേർക്കാൻ നിങ്ങൾക്ക് ലൈസൻസ് ആകും. പിന്നീട് നിങ്ങൾക്ക് ഇരുവശങ്ങളിലുമായി ഓരോരുത്തരെ ചേർക്കാൻ പറ്റും. അവരുടെ 7,000 പ്ലസ് 7,000 പിന്നെ 14,000 ആകുമ്പോൾ നിങ്ങൾക്ക് 8,000 രൂപ ലഭിക്കും. അതുപോലെ അവരുടെ വശങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടും വളരും. യെസ്, വെരി നൈസ്. ഇനി ഒരു പീസ കയ്യിലുള്ളൂ, വേഗം ചേർന്നോളൂ സുപ്ര. സമയം കളയാതെ പൈസ എടുത്തു കൊടുക്കേട്ടാ, എന്റെ പേഴ്സിലുണ്ട്. ഒരു മാസം കൊണ്ട് 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? 10 ലക്ഷമോ? ആത്മാർത്ഥമായി വശങ്ങൾ വളർത്തിയാൽ 10 കോടി വരെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മുള കൊണ്ടുള്ള പുട്ടൂറ്റിയല്ലേ? ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ആ, ഞാൻ മറന്നുപോയി. നാണുചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കി. ഹലോ. എന്തോ വായിക്കൊള്ളാത്ത പേര് പറഞ്ഞിട്ട് ഇതിലുള്ളത് മുളയുടെ പുട്ടുകുറ്റിയാണല്ലോ. മനുഷ്യനെ പറ്റിക്കുന്നു. നോ 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 നോ, മാഡം കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്നാ മാഡം. ഹലോ, ഞങ്ങൾ പറഞ്ഞല്ലേ സ്റ്റീം കേക്ക് മേക്കിംഗ് മെഷീൻ എന്ന്. ആവിയിലുണ്ടാക്കുന്ന കേക്ക് എന്ന് വെച്ചാൽ പുട്ട്, അത്രേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളെപ്പോലെ വാങ്ങിയതാണേ. ഇപ്പം തന്നെ ഉള്ള ലാഭം നിങ്ങൾ കണ്ടതല്ലേ. നിങ്ങളും ഇതുപോലെ ധാരാളം ആളുകളെ ചേർത്ത് വശങ്ങൾ വലുതാക്കുക, കോടീശ്വരന്മാരാകൂ, അത്രേ ഉള്ളൂ. എവിടേക്കാ സൂപ്ര കാലത്ത് തന്നെ? ടൗണ് വരെ ഒന്ന് പോവുക, ഒരു ഫുട്ബോൾ വാങ്ങാനാ. എന്ത് പറ്റി? ഒരു ഫുട്ബോൾ പ്രേമം? വേൾഡ് കപ്പ് അടുത്തനാണോ? ക്രിസ്മസ് പ്രമാണിച്ച് കുടുംബശ്രീക്കാർ തമ്മിൽ ഒരു വനിതാ ഫുട്ബോൾ മത്സരം നടത്തുന്നുണ്ട്. സുധയാണ് ഞങ്ങളുടെ ടീമിന്റെ 1-ാം തരം ഗോളി. അവക്കൊരു പരിശീലനം നടത്താൻ വേണ്ടിയാ. അത് കലക്കി. അവള് നിന്ന ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ പോയിട്ട് ഒരു ഈച്ച പോലും കിടക്കില്ല. ഗോൾ പോസ്റ്റ് അടച്ചിട്ട പോലെ ആയില്ലേ? പോയി കളിയാക്കാതെ പോയെ. ഞാൻ കാര്യം പറഞ്ഞാടാ, നീ എന്തിനാടാ ടൗൺ വരെ പോയി ബുദ്ധിമുട്ടുന്നത്? ബോളിന് വരെ നീ ചാടിയെങ്കിൽ എന്നാ പോരെ? നീ ബോളിൻ്റെ അത്രയല്ലേ ഉള്ളൂ, അവള് പിടിച്ചോളും. പക്ഷേ നിന്റെ ബോളിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ. ദേ അങ്ങോട്ട് നോക്കിയേ. കഴിഞ്ഞ ആഴ്ച കീരിയും പമ്പും ഇരുന്നവന്മാരാ
ഇപ്പൊ എത്ര സ്നേഹത്തോടാ വരുന്നത്. നാണു കല്യാണ ബ്രോക്കർ പണി നിർത്തി പെണ്ണ് ബ്രോക്കർ പണി തുടങ്ങി കാണും. ശശി പിന്നെ പെണ്ണിന്റെ ആളാണല്ലോ, അതാ ഇത്ര സ്നേഹം. കേറങ്ങോട്ട്. എന്താ കഴിക്കാൻ വേണ്ടത്? 2 കുപ്പി, 2 മുട്ട, 2 ഗ്ലാസ്. ബാക്കി പിന്നെ പറയാം. ചേട്ടൻ എന്താ വേണ്ടത്? അത്ര നിനക്കാണോ? 1/2 ഗ്ലാസ് ആയിട്ട് തരുമെങ്കിൽ താ. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ ചെലവ് ചെയ്യുന്നതിന് ഫലം കിട്ടുമോ? തീർച്ചയായിട്ടും. നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാൻ പറഞ്ഞ കാര്യം സത്യമാ. സുപ്രന്റെ ഭാര്യ സുധേ മഹാപോക്ക. നീ അവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ച് നോക്ക്. ഞാനല്ലേടാ കല്യാണം നടത്തി കൊടുത്തത്. കാര്യങ്ങൾക്കുള്ള വഴി പറഞ്ഞതാ. ഇപ്പോഴാണെങ്കിൽ ആ വീട്ടിൽ സുപ്രനും സുധയും മാത്രമേ ഉള്ളൂ. സുപ്രനാണെങ്കിൽ 2 എണ്ണം അടിച്ച പോത്തുപോലെ ഉറക്കവാ. സുധയ്ക്കാണെങ്കിൽ 2 എണ്ണം അടിച്ച 10-12 ആണുങ്ങളെങ്കിലും വേണം. നീ 7 മണിക്ക് ഒരു കുപ്പിയായിട്ട് അവിടെ ചെല്ലണം. സുപ്രന് കട്ടിക്ക് 2 എണ്ണം അങ്ങ് കൊടുക്കണം. സുധയെ നിർബന്ധിച്ചാലേ കുടിക്കൂ. ഓ ഓ. മുട്ട ഇപ്പൊ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ഞാനൊഴിക്കാം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ശേഷം പാകം വെള്ളിത്തിരയിൽ. വെള്ളിത്തിരയിലല്ലടാ, വെള്ളത്തുണിയിൽ പൊതിയും. എന്തു പണിയാണോ താൻ കാണിച്ചത്? അറിഞ്ഞു വെച്ചോണ്ട് പണിയുമായിരുന്നല്ലേ? ഒരെണ്ണം അകത്ത് ചെന്നാ പിന്നെ വെളുക്കുന്നിടം വരെ സുബ്രൻ ഉറങ്ങാറില്ലെന്ന് നമുക്കെല്ലാം അറിയാം. പിന്നെ ആ സുധയാണെങ്കിൽ വളരെ നല്ല കുട്ടിയാ. അവളോട് വേണ്ടാതിനും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലടിച്ചു കൊഴിക്കും. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഒരു പ്രാവശ്യം വഴി വെച്ചുള്ള പ്രശ്നത്തിന് അവനെ പല്ലടിച്ചു കൊഴിച്ചതാ. വാ കണ്ടോ, അവന്റെ പല്ലും പോട്ടാ.